ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ചെയ്തു എന്താ ചെയ്തില്ല. എന്താടാ? അമ്മ ഉള്ളന്റെ ഐസ്ക്രീം താഴെ ഇട്ടു. ആഹാ, നീ ആള് കൊള്ളാലോടി. ഇത്തിരി അല്ലേ ഉള്ളൂ, പാവല്ലേന്ന് കരുതിയപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയല്ലേ. നിനക്ക് ഐസ്ക്രീം തരാത്ത എന്റെ കുശുമ്പ് കാരണല്ലേടി ഈ കൊച്ചിന് ഞാൻ കൊടുത്ത ഐസ്ക്രീം നീ തട്ടിക്കളഞ്ഞത്. നിന്നേക്കേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും ചെയ്തില്ല ബീനാമ്മേ. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ അവന്റെ കയ്യിലിരുന്ന ഐസ്ക്രീം താഴെ പോകുന്നത്? അത് സൂരജന്റെ കയ്യിന്ന് തെന്നി താഴെ പോയതാ. ആണോടാ? ഇവളുടെ കൊതി കാരണം പോയതാ അമ്മേ, അല്ലാതെ എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നത്? എനിക്ക് കഴിക്കാൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്റെ ചുറ്റും നടന്ന് കളിയാക്കിയപ്പോ ആ പാത്രം തന്നെ താഴെ പോയതാ. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ബീനാമ്മേ. എന്നെ വഴക്കു പറയല്ലേ. എന്റെ ഐസ്ക്രീം കളഞ്ഞിട്ട് അവളൊന്ന് കരയുന്നാണ്ടില്ലേ, 2 എണ്ണം കൊടുക്കമ്മേ. ഡാ, നീ അപ്പുറത്തേക്ക് പോ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിന്റെ പേരിൽ കൂടുതൽ കരയണ്ട. ദേ, ഹരിയേട്ടൻ വരുമ്പോ പറയാനും നിക്കണ്ട. പറഞ്ഞത് കേട്ടോ? ഇന്നൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് സന്ദീപിന്റെ അച്ഛനെ കണ്ടിരുന്നു. വയ്യാതെ വന്നതാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. മദ്യപിച്ച് റോഡിൽ എവിടെ വീണപ്പോ തലയടിച്ചതാ. 1-2 സ്റ്റിച്ചുണ്ട്. ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാ വേറെ കുഴപ്പം? ഇത് തന്നെ നല്ല കുഴപ്പമല്ലേ. കിട്ടുന്നതെല്ലാം കുടിച്ചു നശിപ്പിക്കും, ബാക്കിയുള്ളവർക്ക് സ്വൈര്യവും തരില്ല. എന്തൊരു കഷ്ടാ ഇത്. പാവ സന്ദീപേട്ടന്റെ അമ്മ ഈ പ്രായത്തിലും ഇതെല്ലാം സഹിച്ചു കഴിയണം. ഓരോ മനുഷ്യർക്ക് ഓരോ സ്വഭാവമല്ലേ ബേനെ. നമ്മൾ വിചാരിച്ചാലൊന്നും അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ശരിയാ, പക്ഷേ അച്ഛന്റെ ഈ സ്വഭാവം കാരണം അനുഭവിക്കുന്നതെല്ലാം മറ്റുള്ളവരല്ലേ. ഇത്തരക്കാർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തയുണ്ടാവില്ല. അവര് ചിന്തിക്കില്ല, പക്ഷേ അനുഭവിക്കുന്നവർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ച് അനുഭവിക്കാനേ പറ്റൂ. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ വേറെ വഴിയില്ലല്ലോ. ഹരിയേട്ടാ, പിന്നെ മീരയ്ക്ക് ചെറിയൊരു ജലദോഷം പോലെയുണ്ട്. ഇന്നലെ ഐസ്ക്രീം കഴിച്ചതിന്റെ ആവും. പിന്നെ അവൾക്ക് അസുഖം വരാൻ സാധ്യതയുള്ള കാര്യം ഹരിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? അതിന്റെ ഒരു ടെൻഷൻ എന്റെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ബീന പറഞ്ഞതുപോലെ ഐസ്ക്രീം കഴിച്ചതിന്റെ തന്നെ ആവും. 2-3 ദിവസം നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം. പിന്നെ ഹരിയേട്ടാ, മീരയ്ക്ക് ജലദോഷക്കോള് തോന്നിയത് കാരണം ഞാൻ ഇന്ന് ഐസ്ക്രീം കൊടുത്തില്ല. അത് നന്നായി. മീരയോട് ആ കാര്യം ബീന പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. എന്നാലും മീര അത് ഏത് രീതിയിലായിരിക്കും മനസ്സിലേക്ക് എടുത്തതെന്ന് അറിയില്ലല്ലോ. മീര അതൊന്നും തെറ്റായ രീതിയിൽ എടുക്കില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതുകൊണ്ട് മീര എങ്ങനെ ചിന്തിക്കുന്ന ഓർത്ത് ബീനയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. അങ്ങനെയല്ല ഹരിയേട്ടാ, മീരയ്ക്ക് ഞാൻ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നാ എനിക്ക് തോന്നിയത്. അതെന്താ? മീരയ്ക്ക്
ഞാൻ മനഃപൂർവ്വം ഐസ്ക്രീം കൊടുക്കാത്തത് പോലെയാ മീര സംസാരിച്ചത്. അതിന്റെ പേരില് സൂരജുമായിട്ട് മീര വഴക്കിടുകയും ചെയ്തു. മീര വഴക്കുണ്ടാക്കിയോ? ആ അത് പിന്നെ അവൾക്ക് കൊടുക്കാതെ ഞാൻ സൂരജിന് ഐസ്ക്രീം കൊടുത്തല്ലോ, അതിന്റെയാ. മീര കുഞ്ഞല്ലേ, അവളുടെ സ്ഥാനത്ത് ആരായാലും ഇത്തരം സന്ദർഭങ്ങളിൽ വഴക്കുണ്ടാക്കുന്നത് സ്വാഭാവിക. വഴക്കിന്റെ ഇടയില് സൂരജിന്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം താഴെ വീണു. അത് മീര തള്ളിയപ്പോ താഴെ വീണു പോയെന്നാ സൂരജ് പറഞ്ഞത്. അതല്ല, തനിയെ സൂരജിന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോയെന്ന് മീരയും പറയുന്നു. അപ്പൊ താനെന്ത് ചെയ്തു? ഞാൻ മീരയെ ചെറുതായിട്ടൊന്ന് ശകാരിച്ചു. അതവൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഹരിയേട്ടനോട് മീര ഇതൊക്കെ എങ്ങനെയാ പറയാന്നറിയില്ല. അതുകൊണ്ടാ ഞാനിതെല്ലാം മുൻകൂറായി പറഞ്ഞത്. അതൊന്നും സാരമില്ല. കുട്ടികൾക്ക് തെറ്റുപറ്റുന്നതൊക്കെ സാധാരണമല്ലേ. നമ്മൾ മാതാപിതാക്കൾ വേണം അവരെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാൻ. അതെ, പക്ഷേ ഞാൻ മീരയുടെ അമ്മയല്ലല്ലോ. ഒരു രണ്ടാനമ്മ നല്ല കാര്യത്തിന് വഴക്ക് പറഞ്ഞാലും അത് തെറ്റായ മൂന്നാമതൊരാൾ വ്യാഖ്യാനിക്കൂ. ഞാനൊരിക്കലും മീരയോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. ഇനി മീരയ്ക്ക് താൻ വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും വിഷമമോ സങ്കടമോ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, പോരെ? മതി. ആ സമയത്ത് ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാ. അപ്പ തൊട്ട് മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. ഞാൻ കാരണം മീരയ്ക്ക് ഒരു സങ്കടം ഉണ്ടാവരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചാ ഞാൻ ഈ പടി ചവിട്ടിയത്. എന്നിട്ടും വഴക്ക് പറയേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോ. താനത് വിടടോ. ഇനിയും എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? മനസ്സിന്ന് പോന്നില്ല. അതാ പിന്നെയും പിന്നെയും തികട്ടി വരുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത്രയും ദിവസമായിട്ടും താൻ മീരയെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കിയാ മീരയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഉണ്ടായാൽ തന്നെ അത് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും അവൾ തയ്യാറാവും. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് മീരയെ പറ്റി ഒരാശങ്കയും തന്റെ മനസ്സിൽ വേണ്ട. ശരി. ഹരിയേട്ടൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. വേണ്ട. ഇന്ന് വൈകിട്ട് കമ്പനിയുടെ സോണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. കുട്ടികൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് താനും കഴിക്ക്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഹരിയേട്ടന് മീരെ വലിയ വിശ്വാസമാണ്. അത്ര പെട്ടെന്നൊന്നും അത് തകർക്കാൻ എനിക്ക് സാധിക്കില്ല. നോക്കാം. ബീനെ നീ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? ഹരിയോട് പറയാന്ന് പറഞ്ഞു. പക്ഷെ എപ്പോ വരാൻ പറ്റൂന്നറിയില്ല. ഹരിക്ക് നല്ല തിരക്കല്ലേ. ഇനിയെങ്കിലും ഹരിക്ക് ജോലിയിൽ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. അത് ശരിയാ. അപ്പൊ ബീന മീരയും കുട്ടി വരുമോ? 2 കുട്ടികളെയും കൊണ്ട് തനിയെ അവൾ എങ്ങനെ വരുമെന്നാ ചോദിക്കുന്നെ. അവള് പറയുന്നതിലും കാര്യമുണ്ട്. സൂരജ് നല്ല കുസൃതിയുള്ള കൂട്ടത്തില്. മാനേജ് ചെയ്യാൻ കുറച്ച് പാടാ. അപ്പൊ ഹരി ഫ്രീ ആകുന്നത് വരെ മീരയ്ക്ക് വരാൻ പറ്റില്ല അല്ലേ? അതെ. എന്നാ ഞാൻ അവിടെ ചെന്ന് മീര എങ്ങോട്ട് കൊണ്ടുവന്നാലോ? ശനിയാഴ്ച കൊണ്ടുവന്നിട്ട് ഞായറാഴ്ച കൊണ്ടുവന്ന് വിടാം. എന്നാ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. പറ. നമുക്ക് അമ്മയും കൊണ്ട് ഹരിയുടെ വീട്ടിലോട്ട് പോവാം. അമ്മ എത്രയോ മാസങ്ങളായിട്ട് മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അമ്മയുടെ പകുതി അസുഖം മാറും. മീരയെ കാണണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നമ്മൾ ഉത്സാഹിച്ചാലേ പറ്റൂ. ബീനെ ഹരിയൊന്നും ഇതിത്ര സീരിയസ് ആയൊന്നും കാണില്ല. ഇതിപ്പോ അമ്മയ്ക്കൊന്ന് ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യാം, മീരമോളെയും കാണാം. എന്തായാലും മീരമോളെയും കൂട്ടിയിട്ട് വരണമെങ്കിൽ മനോജേട്ടൻ കാറും കൊണ്ട് അവിടെ വരെ പോകണ്ടേ. ഞാനും അമ്മയും കൂടി കാലിരിക്കുന്നതുകൊണ്ട് വേറെ മുടക്കൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല,
മീരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവിടണമെങ്കിൽ 2 യാത്ര വേണ്ടി വരും. ഇതാവുമ്പോ ഒറ്റ യാത്ര കൊണ്ട് കാര്യം കഴിയും. നീ പറയുന്നത് ശരിയാ. എന്നാലും അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂന്നാ? അമ്മ ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയില്ലേ? കുറച്ചു നേരം യാത്ര ചെയ്തു എന്ന് വെച്ച് ഒരു കുഴപ്പവും വരില്ല. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിക്ക്. പിന്നെ അമ്മയുടെ മനസ്സിന്റെ സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. മീരമോളെ കാണുമ്പോ അമ്മയുടെ എല്ലാ അസുഖവും മാറും, വലിയ സന്തോഷമാവും. ശരിയാ. നീ ഒത്തിരി നാളിന് ശേഷം നല്ലൊരു കാര്യം പറഞ്ഞു. അതിന് സന്തോഷമുണ്ട് കേട്ടോ. ഓ, അപ്പൊ ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ മോശം കാര്യങ്ങളായിരുന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ദേ ഇനി അത് പറഞ്ഞ് വഴക്കിടണ്ട കേട്ടോ. നീ പറഞ്ഞതുപോലെ തന്നെ അമ്മയും കൂട്ടി നമ്മൾ ഹരിയുടെ വീട്ടിൽ പോകും. പോരെ? എന്നാ പിന്നെ കിടന്നുറങ്ങിയാലോ? ഹരിയേട്ടാ, ദേ ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. മുത്തശ്ശി, മീരക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടാ വന്നത്. മാമേ പതുക്കെ ഇറങ്ങ. മീരമോളെ, അമ്മ നടക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ ഹരിയേട്ടൻ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നടക്കുമ്പോ വേദനയുണ്ട് അമ്മേ? ഒരു ചെറിയ പിടുത്തമുണ്ട്. കുറെ നാള് കിടപ്പ് തന്നെയല്ലായിരുന്നോ? അതിന്റെ ആവും. പിന്നെ കുറച്ച് നടക്കുമ്പോഴേ തളരുന്ന പോലെ തോന്നും. എന്ന് കരുതി നടക്കാതിരിക്കരുത്. നടന്ന് നടന്ന് വീണ്ടും ശീലമാവണം. അതെ അതെ, എത്ര നാളെ നിന്നൊന്ന് കണ്ടിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരാൻ നിനക്ക് സമയമൊന്നും ഇല്ലല്ലേ? എല്ലാരും അകത്തേക്ക് വാ, അകത്തിരുന്ന് സംസാരിക്കാം. ബാ. അമ്മേ, സ്റ്റെപ്സ് ഇത് വെച്ച് കയറണ്ട. ഞാൻ ഹരിയും കൂടെ പിടിക്കാം. അമ്മ അത് വിട്ടെ. ഞങ്ങൾ പിടിക്കാം. പതുക്കെ കയറുക. അങ്ങനെ തന്നെ. അമ്മ നിക്ക്, ഞാൻ ആ ചവിട്ടിയും ശരിയാക്കട്ടെ. ഇനി കയറ്. അങ്ങനെ തന്നെ. വാമേ, ഇനി അകത്തിരിക്കാം. വേണ്ട, ഞാനും എന്റെ മീരമോളും കൂടി ഇവിടെ ഇരുന്നോളാം. മുത്തശ്ശിയും ചെറുമോളും കൂടെ രഹസ്യ സംഭാഷണത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലേ മോളെ? ആയിക്കോട്ടെ. മോളെ നോക്കിക്കോണേ. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കേ. അങ്ങോട്ട് ഇരുന്നമ്മേ. ഇരിക്കേ. പതുക്കെ. അങ്ങനെ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോ. നമുക്കകത്തു അല്ലേ? അവരായി അവരുടെ പാടായി. കൊച്ചുമോളും മുത്തശ്ശി രഹസ്യ സംഭാഷണം തുടങ്ങിയല്ലോ. ഞാനെന്നാ ചായ എടുക്കാം. സൂരജ് എവിടെ? മോൻ ഇവിടെ ഉണ്ടല്ലോ. സൂരജേ, മോനെ. എന്താ അമ്മേ? ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും വരാം. വാ സൂരജ്, വാ. എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? ഫൈൻ അങ്കിൾ. വിശാലും വിദ്യ എന്നെ വരാത്തെ? വിദ്യക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. വിശാലാണെങ്കിൽ ഫുൾ ടൈം സൈക്കിളിലാ. പിന്നെ മോൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ബ്രിക്ക് ഗെയിം കളിക്കും. ഓഹോ, ദാറ്റ്സ് ഗുഡ്. ഇത് ഐസ്ക്രീമാ, കുട്ടികൾക്ക് വാങ്ങിയതാ. കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താ മതി. നിങ്ങൾ വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ.
ഇതിപ്പോ എടുപിടിയെന്നായതുകൊണ്ട് എന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഞങ്ങള് വിരുന്നുകാരൊന്നും അല്ലല്ലോ. എന്നാലും മനോജേട്ടന്റെ അമ്മയും വീട്ടുകാരും ഒക്കെ എന്ത് വിചാരിക്കും? മര്യാദയ്ക്ക് വീട് നോക്കാൻ അറിയാത്തൊരു പെണ്ണാണെന്നല്ലേ എന്നെ കുറിച്ച് വിചാരിക്കുള്ളൂ. വീണ നന്നായിട്ട് വീട് നോക്കുന്നുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം പറഞ്ഞ മായ ഉണ്ടായിരുന്നപ്പോ ഉള്ളതിനേക്കാൾ എത്ര ഭംഗിയായിട്ടാ ഈ വീട് ഇപ്പൊ ഉള്ളത്. ആണോ? അതിലെന്താ സംശയം? ഈ വീട്ടിലിപ്പോ പുറത്തു നിന്ന് ഒരാള് വന്ന ഹരി ബീനെ കല്യാണം കഴിച്ചത് നന്നായെന്നേ പറയൂ. അത് എനിക്കൊരു ക്രെഡിറ്റാ. ഞാനാണല്ലോ ഈ കല്യാണത്തിന്റെ മുഖ്യ സൂത്രധാരക. നിനക്ക് എന്തൊരു മടിയായിരുന്നു. നാട്ടുകാരെന്ത് പറയും, സന്ദീപിന്റെ അച്ഛൻ എന്ത് പറയും എന്നൊക്കെ അല്ലായിരുന്നോ സംശയം? ഇപ്പൊ സംശയങ്ങളൊക്കെ മാറിയോ? അയ്യോ, മാറിയേ. ഹരിയെ കല്യാണം കഴിച്ചതുകൊണ്ടേ ബീനയ്ക്ക് ഗുണമല്ലാതെ ദോഷം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. സത്യം പറഞ്ഞ ഞാൻ സന്ദീപേട്ടന്റെ ഒപ്പം ജീവിച്ചതിനെക്കാട്ടിലും സന്തോഷായിട്ടാ ഇപ്പൊ ഹരിയേട്ടന്റെ കൂടെ ജീവിക്കുന്നത്. സൂരജും ഹാപ്പിയാ. അതിനെല്ലാം എനിക്ക് ധന്യയോട് നന്ദിയുണ്ട്. വെറും നന്ദി മാത്രമേ ഉള്ളൂ? പേടിക്കണ്ട, ബ്രോക്കർ കമ്മീഷൻ ഒന്നും ചോദിച്ചതല്ല. ബീന ഹരിയെ കല്യാണം കഴിച്ച എനിക്ക് ചെറിയ സഹായങ്ങളൊക്കെ ബീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. വേറെ ആരെങ്കിലും ഇവിടെ വന്ന് കയറുന്നെങ്കിൽ എനിക്കത് ചോദിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഹരി ബീനയെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ എന്ത് സഹായം ചെയ്യണ്ടേ? എന്താണെങ്കിലും ചോദിച്ചോളൂ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. കണ്ടോ, ഈ മനസ്സാണ് ബീനയ്ക്കുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നോട് ഈ വാക്ക് പറയുവോ? ഇല്ല, ഒരിക്കലും പറയില്ല. ധന്യ, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അത് അത്ര വലിയ കാനക്കാര്യൊന്നും അല്ല. മായ ഉണ്ടായിരുന്നപ്പോ ചെയ്തത് തന്നെയാ. മനോജ് ചേട്ടന്റെ അമ്മയെ കുറച്ചു ദിവസം ഇവിടെ നിർത്തുക. മീരയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞോളാം. മായ ഉണ്ടായിരുന്നപ്പോ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഞാൻ ബീനയോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചുനാള് ബീന അമ്മയെ ഇവിടെ നിർത്തിയ എനിക്ക് വലിയ സഹായമായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളോ? ഞാൻ ഓർത്തു എന്തോ വലിയ കാര്യ ധന്യ പറയാൻ പോകുന്നതെന്ന്. അമ്മ ഇവിടെ നിർത്തുന്നതില് എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാ, 2 കുട്ടികളെ നോക്കുന്ന പാട് ധന്യക്ക് അറിയാലോ. എന്റെ മോൻ സൂരജ് ആണെങ്കിൽ ഒരക്ഷരം പറഞ്ഞ അനുസരിക്കില്ല. നേര് പറഞ്ഞ അവനെ മാത്രം നോക്കാൻ 2 പേര് വേണം. മീരെ കൊണ്ട് പിന്നെ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. എന്നാലും അവളെ നമ്മൾ കെയർ ചെയ്യണമല്ലോ. ഹരിയേട്ടൻ ജോലിക്ക് പോകുമ്പോ ആഹാരം ഉണ്ടാക്കി കൊടുത്തു വിടുന്ന തിരക്ക്, എല്ലാരും പോയി കഴിയുമ്പോ വീട് ഒതുക്കി പെറുക്കുന്ന തിരക്ക്, ഇതിന്റെ ഇടയിൽ ഞാൻ അമ്മയെ എങ്ങനെ നോക്കാനാ? പിന്നെ മായ ഉണ്ടായിരുന്നപ്പോ അമ്മ കിടപ്പിലായ അവസ്ഥയിലും അല്ലല്ലോ. മാത്രമല്ല അമ്മ മായയ്ക്ക് വലിയൊരു സഹായമായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി. ഞാൻ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വയ്യാത്ത അമ്മയെ എങ്ങനെ കെയർ ചെയ്യും? കൃത്യസമയത്ത് മരുന്നെടുത്ത് കൊടുക്കാൻ പോലും ചിലപ്പോ എനിക്ക് പറ്റിയെന്ന് വരില്ല. അമ്മ ഇപ്പൊ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയാ. ഞാൻ നല്ലതുപോലെ നോക്കാതെ എന്തെങ്കിലും ഒന്ന് വന്നു പോയാലേ നാട്ടുകാർ എന്നെ പഴിക്കും. അമ്മ അസുഖമൊക്കെ മാറി മിടുക്കിയാവട്ടെ. എന്നിട്ട് ധന്യ പറഞ്ഞതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോ. പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു സംഭവം ഉണ്ട് ധന്യ. ഈ അയൽവക്കക്കാരൊന്നും ശരിയല്ല. അമ്മ ഇവിടെ വന്ന് നിന്നാ ആൾക്കാര് വേണ്ടാത്തൊക്കെ പറയും. ഇവരെന്തിനാ മകള് മരിച്ചിട്ടും മരുമകന്റെ കൂടെ വന്ന് നിൽക്കുന്നതെന്ന് നാട്ടുകാര് ചോദിക്കും. നമ്മൾ എന്തിനാ നാട്ടുകാരെ കൊണ്ട് വേണ്ടാത്തൊക്കെ പറയിപ്പിക്കുന്നത്? ധന്യ ചായ കുടിക്കേ.
ഇങ്ങോട്ടിരിക്കാം. വാ. മുത്തശ്ശിയില്ലാതെ ഇവിടെ ഒരു രസവുമില്ല. ഒരു കഥ കേട്ടിട്ട് തന്നെ എത്ര നാളായെന്നറിയോ? മുത്തശ്ശിക്ക് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഇവിടെ ഇപ്പം മോക്ക് കൂട്ടായി സൂരജില്ലേ, മീനാമ്മിയില്ലേ, അവരൊക്കെ മോളോട് നല്ല കൂട്ടല്ലേ. എന്താ മോളെ നിന്റെ മുഖം വല്ലാതായത്? ഒന്നുമില്ല മുത്തശ്ശി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. ബീനിയോ സൂരജോ എന്റെ മോളെ വിഷമിപ്പിക്കുന്നുണ്ടോ?